മുതിർന്ന മാധ്യമ പ്രവർത്തകനും പ്രസിദ്ധ സാഹിത്യകാരനുമായ ജമാൽ കൊച്ചങ്ങാടിയുടെ സിനഗോഗ് ലൈൻ എന്ന നോവൽ പ്രകാശനം ചെയ്തു. പ്രശസ്ത സാഹിത്യകാരനും സമസ്ത കേരള സാഹിത്യ പരിഷത്ത് പ്രസിഡന്റ് സി രാധാകൃഷ്ണൻ ചലച്ചിത്ര സംവിധായകൻ തരുൺ മൂർത്തിക്ക് നൽകിക്കൊണ്ടാണ് പ്രകാശനം നിർവഹിച്ചത്. പ്രസിദ്ധ സാഹിത്യകാരനും മുതിർന്ന മാധ്യമപ്രവർത്തകനുമായ ജമാൽ കൊച്ചങ്ങാടിയുടെ സിനഗോഗ് ലൈൻ എന്ന നോവൽ പ്രശസ്ത സാഹിത്യകാരനും സമസ്ത കേരള സാഹിത്യ പരിഷത്ത് പ്രസിഡന്റ് സി രാധാകൃഷ്ണൻ ചലച്ചിത്ര സംവിധായകൻ തരുൺ മൂർത്തിക്ക് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്തു. സൗദി പറയുന്ന സിനിമ ചെയ്യാനായി ഞാൻ തേവരയിൽ ഏതാണ്ട് ഒരു 2 വർഷക്കാലത്തോളം താമസിച്ചു. അവിടെ തൊമ്പടി, സൗദി, കൂട്ടുവെച്ചുള്ള എല്ലാ കലാകാരന്മാരെയും സാഹിത്യകാരന്മാരെയൊക്കെ കണ്ട് നടന്ന ഒരു സമയത്ത് അവിടുത്തെ കൊച്ചിയുടെ സാഹിത്യങ്ങളിൽ എപ്പോഴും കേട്ടിരുന്ന പറഞ്ഞിരുന്ന ഒരു പേരാണ് ജമാലിക്ക. അപ്പം സിനിമയിൽ കാസ്റ്റ് ചെയ്യാൻ വേണ്ടി എപ്പോഴൊക്കെയോ ജമാലിക്കയുടെ ഫോട്ടോ ഒക്കെ എൻ്റെ ഇങ്ങനെ വന്ന് പോയിട്ടുണ്ട്. പക്ഷേ അന്ന് പിന്നെ കോവിഡിൻ്റെ ഇതായതുകൊണ്ടും കുറേ ക്യാരക്ടറുകൾ വെട്ടി കുറച്ച് എൻ്റെ ഭാഗമായിട്ടൊക്കെ പിന്നീട് അങ്ങനെ അങ്ങ് എത്തിയില്ല. അപ്പോൾ ഞാൻ ഇത് സുല്ലേണ്ടൊക്കെ പറയുന്നുണ്ട്, ഇങ്ങനെ ജമാലിക്കയുടെ രൂപവും ഒരു പ്രത്യേക രീതിയിലുള്ള രൂപവും ക്യാരക്ടറുള്ള ഫേസൊക്കെ എപ്പോഴൊക്കെയോ എന്നെ ഇങ്ങനെ കൊതിപ്പിച്ച് കടന്നുപോയ ഒരു മനുഷ്യനാണ്. എറണാകുളം ഭാരത് ടൂറിസ്റ്റ് ഹോമിൽ വെച്ചാണ് പ്രകാശന ചടങ്ങ് നടന്നത്. ഞാനിത് വായിച്ചതുകൊണ്ട് പറയുകയാണ്, ഇത് ഒരു അസാമാന്യമായ സംശയമൊന്നും മലയാള ഭാഷയുടെ എഴുത്ത് ഭാഷയുടെ എല്ലാ സൗകുമാര്യങ്ങളും ചേർന്ന ഒരു പുസ്തകമാണ്. ചടങ്ങിൽ പ്രൊഫസർ തോമസ് മാത്യു ആണ് അധ്യക്ഷത വഹിച്ചത്. മലയാള ഭാഷയുടെ സൗകുമാര്യങ്ങളും ഒത്തുചേർന്ന നോവലിന്റെ ഭാഷ്യം സംസാര ഭാഷയോട് ഏറ്റവും അടുത്തു നിൽക്കുന്നതിനാലാണ് വായനക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാകുന്നതെന്ന് പ്രകാശനം നിർവഹിച്ച സി രാധാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. കൂടാതെ കായംകുളം യൂനസ്, ബോണി തോമസ്, അഡ്വക്കേറ്റ് TPM ഇബ്രാഹിം ഖാൻ, KJ ആന്റണി, ജോർജ് ജോസഫ്, ഖദീജ സയ്യിദ് മുഹമ്മദ്, CK ഹസൻ കോയ, സലാം സഫ്രി, ഷംസു യാക്കൂബ്, ജമാൽ കൊച്ചങ്ങാടി എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ ലോകത്ത് ഈ അവതരണ രീതി ട്രാൻസ്ലേറ്റ് ചെയ്ത് മറ്റ് ഭാഷകളിലേക്ക് കൊടുത്താൽ എല്ലാവരും ചിന്താപൂർവ്വം ഇത് വായിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് മട്ടാഞ്ചേരിയിലെ തെരുവിലുള്ള ആൾക്കാരുമായി അഭേദ്യമായ ബന്ധം ഉണ്ടായിട്ടുള്ള ഈ ജമാൽ കൊച്ചങ്ങാടി അവർക്ക് മാത്രമേ ഇങ്ങനെ ഒരു നോവൽ എഴുതാൻ കഴിയുകയുള്ളൂ. വർഷങ്ങൾക്ക് മുൻപ് മട്ടാഞ്ചേരിയിൽ ജീവിച്ചിരുന്ന ജൂത സമൂഹത്തിന്റെ കഥ പറയുന്ന നോവലാണ് സിനഗോഗ് ലൈൻ. യോഗത്തെ തുടർന്ന് സലാം കൊച്ചി, ഫാത്തിമ ഫിറോസ് എന്നിവരുടെ ഗസൽ സായന്തനവും അരങ്ങേറി. അത് വർത്തമാനകാലത്തിൽ തുടങ്ങുകയും വർത്തമാനകാലത്തിൽ അവസാനിക്കുകയും ചെയ്യുന്നു എന്നത് സത്യമാണെങ്കിലും അത് ഏതെല്ലാം കാലത്ത് സഞ്ചരിക്കുകയും ഏതെല്ലാം പ്രദേശത്തേക്ക് സഞ്ചരിക്കുകയും ചെയ്യുന്നു എന്നും നമുക്ക് ഉറപ്പിച്ചു പറയാൻ പ്രയാസമാണ്. ന്യൂസ് ബ്യൂറോ, എറണാകുളം. പ്രീമിയം ക്വാളിറ്റി ഗ്രാനൈറ്റ്, ടൈൽസ്, സ്റ്റോൺ, AEC ബ്ലോക്ക്, സാനിറ്ററി തുടങ്ങി ഫ്ലോറിംഗിന് ആവശ്യമായ എല്ലാ മെറ്റീരിയൽസും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇവിടെ ലഭ്യമാണ്. തറയിൽ ഗ്രാനൈറ്റ്സ്, MLA റോഡ്, പള്ളുരുത്തി.